ഡൽഹിയിൽ ഒരു ധ്യാനം കഴിഞ്ഞ് അവിടെ ഒരു ഡോക്ടർ VT അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ഹോമിയോയുടെ രണ്ടാമത്തെ ആളാണ്. പിന്നെ 4 ഇന്ത്യൻ പ്രസിഡന്റുമാരുടെ ഡോക്ടറും ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഫ്രീ സർവീസും ഞായറാഴ്ചകളിലെ രോഗികൾക്കൊക്കെ ചെയ്യുന്ന ആളുമാണ്, അറിയപ്പെടുന്ന ആളാണ്. ഞങ്ങൾ പറഞ്ഞു നമുക്ക് ആ ഡോക്ടറുടെ അടുത്തുനിന്ന് പോകാം, അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക സിദ്ധികളൊക്കെ കാണും എന്ന് പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. ഞങ്ങൾ 6 പേരുണ്ട്. ഞങ്ങൾ 6 പേരുടെയും കയ്യിൽ പിടിച്ച് പൾസ് നോക്കി. 5 പേരുടെയും പൾസ് നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. എന്നാൽ വചനം പറഞ്ഞ് മദ്യപാനം നിർത്തി ധ്യാനഗുരുവായി മാറിയവൻ, അവൻ്റെ കയ്യെ പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നീ പണ്ടേ മരിച്ചു പോകേണ്ടവനായിരുന്നു, നിന്റെ പൾസ് പണ്ടേ പോയി കിടക്കുകയാണ്, നീ എങ്ങനെ ജീവിക്കുന്നുവെന്ന് എനിക്കറിയത്തില്ല, ഇതൊരു വലിയ അത്ഭുതമായിരിക്കുന്നു. അപ്പം പൾസ് നോക്കിയിട്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അറിയാനും പറയാനും പറ്റുമായിരുന്നു. ഹല്ലേലൂയ. ആ മനുഷ്യൻ എങ്ങനെയാണ് 5-10 വർഷങ്ങൾ ജീവിച്ചത്? വചനശക്തിയാലാണ്. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ സാക്ഷ്യത്തോടുകൂടി പറയുക. യേശുവിൻ്റെ സാക്ഷ്യം കൂടെ ചേർത്ത് പറയുമ്പോഴേ ആൾക്കാർക്ക് ഇത് സത്യമാണെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി.